വേദി സോമദേവൻ, ജില്ലയുടെ ജനറൽ സെക്രട്ടറി വിമൽ, ഒട്ടനവധി നേതാക്കന്മാർ വേദിയിലിരിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം ഞാൻ നടത്തുന്നില്ല. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ പാർട്ടിയുടെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരും അശ്രാന്ത പരിശ്രമം ചെയ്തപ്പോൾ നമുക്ക് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ കേരളത്തില് ആകമാനം സന്തോഷമുണ്ടാക്കിക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് ഒന്നാം സ്ഥാനത്ത് വന്ന വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിലേക്ക് അടുക്കാൻ താമരചിഹ്നത്തിലെ വോട്ടുകൾക്ക് സാധിച്ചു എന്നത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തതാണ്. ഓണാട്ടുകലയുടെ പാരമ്പര്യമുള്ള ഈശ്വരീയമായിട്ടുള്ള ദേവഭൂമിയായിട്ടുള്ള ഹരിപ്പാടിന് രാജ്യത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനത്തോട് സ്നേഹമുണ്ടായി എന്നുള്ളതുകൊണ്ടാണ്, ആളുകൾ വികസനത്തെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണ് ആളുകൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയിലേക്ക് അവരുടെ ഹൃദയത്തിന്റെ അംഗീകാരമായിട്ടുള്ള വോട്ട് അതവര് അർപ്പിക്കാൻ തീരുമാനിച്ചത്. നമ്മൾ എല്ലാവരോടും ഈ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ബിജെപിയുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ നമുക്ക് ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഓരോ ബൂത്തിലും നമ്മളെ കണക്കുകൾ പരിശോധിക്കണം. ഓരോ ബൂത്തിന്റെയും കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന, അത് ബാലഗോകുലത്തിന്റെയോ വിശുദ്ധപക്ഷത്തിന്റെയോ ഹിന്ദു ഐക്യവേദിയുടെയോ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയോ സാക്ഷരതയുടെ പ്രവർത്തനത്തിന്റെയോ ഏത് സേവാഭാരതിയുടെയോ ഇവരുടെ എല്ലാം ഒരുമിച്ചുള്ള കൂടിച്ചേരൽ യോഗം നടത്തിയാലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ ഓരോ പ്രദേശത്തും ആരൊക്കെയാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ കണക്ക്, ആ പരിശോധന, അത് നമ്മൾ താഴെത്തട്ടിൽ നടപ്പിലാക്കേണ്ടതാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ടുകൾ കൂടുതൽ കിട്ടി, ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്ര വോട്ടുകൾ കിട്ടി എന്ന് പറയുമ്പോൾ ആരാണ് നൽകിയത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ജനങ്ങളുടെ സ്പന്ദനം അറിയാനുള്ള സംവിധാനം, ആ സംവിധാനം ഇന്ന് നമ്മുടെ സംഘടനയ്ക്കകത്ത് ഉണ്ട്. അത് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബൂത്ത് കമ്മിറ്റി സംവിധാനത്തിലൂടെ മാത്രം നമുക്കറിയാൻ സാധിക്കുമോ? അറിയാൻ സാധിച്ചു എന്ന് വരില്ല. 1333 ബൂത്തുകളുള്ളതിൽ 600 ബൂത്തുകളിൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ചേർന്ന് 600 ബൂത്തുകൾ ഈ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഒന്നും രണ്ടും സ്ഥാനത്തിനടുത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സംഘടനയുടെ കരുത്ത് തന്നെയാണ് തെളിയിക്കുന്നത്. എന്നാൽ അവിടെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്, അറിയേണ്ടത്, ഇത് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടി അവരുടെ കൂടി ചിന്ത മാറുകയും വിശ്വാസം വർദ്ധിച്ചതുകൊണ്ടാണ് അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയിൽ വോട്ട് നൽകണം എന്ന്, വോട്ട് അർപ്പിക്കണം എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിന് നമ്മൾ സംഘടനാപരമായി ഒരുമിച്ചിരിക്കുമ്പോൾ ഇത്രയും വോട്ടുകൾ കിട്ടി എന്നുള്ള ആ പൂമാല അല്ലെങ്കിൽ ആ കയ്യടി അത് സ്വീകരിക്കാൻ എന്റെ ഒരു പേര് അല്ലെങ്കിൽ ഞാനൊരു നിമിത്തം മാത്രമാണ്. സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ആര് സ്ഥാനാർത്ഥിയാവട്ടെ, ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം, ആ സ്ഥാനാർത്ഥിയുടെ പാർട്ടി പൊതുസമൂഹത്തിന്റെ മുന്നിൽ വയ്ക്കുന്ന
നിങ്ങൾ ഓരോരുത്തരും നേതൃത്വം നൽകിയത് ഞാൻ ഉൾപ്പെടെ നമുക്ക് നല്ല തന്റേടമുണ്ടായിരുന്നു. ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ സമരം നടത്താൻ പോകുമോ, പ്രതികരിക്കുമോ, അന്യായത്തെ ചോദ്യം ചെയ്യുമോ? നമ്മുടെ ഈ കേരളത്തിലെ ഭരണകക്ഷികളെയും അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തിന്റെയും മുന്നിൽ പോലീസ് ലാത്തിച്ചാർജുകൾക്ക് മുന്നിലും നട്ടല് വളയ്ക്കാതെ നിന്നത് ഞാൻ നിങ്ങളെ ഉൾപ്പെടുന്ന ആയിരക്കൈമായിരുന്നു. ഈ പ്രത്യേക ശാസ്ത്രം അത് കേരളത്തിൽ ആകെ പ്രവർത്തനമുള്ള സ്വപ്നം അത് പൂരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തനത്തോടെ കടന്നുപോയത്. അതുകൊണ്ടാണ് കണ്ണൂരിൽ പിണറായി വിജയന്റെ വീടിന്റെ മുന്നിലെ പാറപ്പുറത്ത് മുതലും ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരച്ചില്ലത്തിൽ വോട്ട് നൽകാൻ ആളുകൾ ഭയപ്പാട് മാറ്റിവെച്ചുകൊണ്ട് കടന്നു വന്നത്. നമ്മൾ ഈ കേരളത്തിലെ ആകെ പരിശോധന നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നരേന്ദ്രമോദിക്ക് അപ്പുറത്ത് നിൽക്കുന്നത് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നേരത്തെ ഒരു പക്ഷേ നാരായണൻ പ്രസംഗിച്ചിട്ടുണ്ടാവും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിനല്ല ആന്റി ഇൻകംബൻസി ഫാക്ടർ ഒരിക്കലും ഉണ്ടാകുന്ന നേതാവാണ് ശ്രീ നരേന്ദ്രമോദി. ഗുജറാത്തിൽ ഒരു വട്ടം മുഖ്യമന്ത്രി, 2 വട്ടം മുഖ്യമന്ത്രി, 3 തവണ മുഖ്യമന്ത്രി, ഇന്ത്യയിൽ 1 തവണ പ്രധാനമന്ത്രി, 2 തവണ പ്രധാനമന്ത്രി, 3-ാം വട്ടം പ്രധാനമന്ത്രി, 6 തവണ ജനങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയ കസേരയിൽ ഇരിക്കാൻ യോഗ്യനാണ് ശ്രീ നരേന്ദ്രമോദി എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ ആന്റി ഇൻകംബൻസി ഫാക്ടർ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ലോകം ചർച്ച ചെയ്യുകയാണ്. ലോകത്തെ ഒരു രാഷ്ട്രീയ നേതാവ് അധികാര കേന്ദ്രത്തിൽ വന്ന് 5 വർഷമോ അല്ലെങ്കിൽ ആ കാലാവധിയോ തികച്ചു കഴിഞ്ഞ് വീണ്ടും അധികാര കേന്ദ്രത്തിലേക്ക് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അത് അമേരിക്കയിൽ സംഭവിച്ചിട്ടുണ്ട്, അത് ലോക രാജ്യങ്ങളുടെ വിവിധങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ മനുഷ്യന്റെ രാജ്യത്ത് എന്ന് ലോകത്തെ മുഴുവൻ നയതന്ത്ര വിദഗ്ധന്മാരും ചർച്ച ചെയ്യുന്ന ആളുകളിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോ അദ്ദേഹത്തിന് ഇത്രയല്ലേ കിട്ടിയുള്ളൂ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് കിട്ടിയത് 6 തവണയാണ്. ഇദ്ദേഹം മതി ഞങ്ങൾക്ക് എന്ന് തീരുമാനിച്ചുകൊണ്ട് കേരളത്തിലെയും ഭാരതത്തിലെയും ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. അദ്ദേഹം കുടുംബത്തിന് വേണ്ടി പണം സമ്മാനിച്ചില്ല, അദ്ദേഹം കോടീശ്വരനാകാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ കഴിഞ്ഞു, അടുത്ത ദിവസം റഷ്യയിലേക്ക് പോവുകയാണ്. അദ്ദേഹം ലോകരാജ്യങ്ങളിലെ ബയോടെക്നോളജി സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. അദ്ദേഹം അഗ്രികൾച്ചർ മേഖലയിൽ ഈ ഭാരതത്തെ ഉയർത്തുന്നതിനെ കുറിച്ച് ചർച്ചകളും ചിന്തകളുമായി യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം വരാൻ പോകുന്ന നാളുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിസ്റ്റുകൾ അവർക്ക് കിടപിടിക്കാവുന്ന ആളുകളെ നമ്മുടെ നാട്ടിൽ വളർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്യുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി. അദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ള കെ.സി. വേണുഗോപാൽ കരയുന്നത് കേട്ടു. എന്റെ ഫോണ് ചോർത്തി എന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. മിസ്റ്റർ വേണുഗോപാൽ, നിങ്ങളുടെ ഫോണല്ല ചോർത്തേണ്ടത് അല്ലെങ്കിൽ ചോർത്തുന്നത്. ആ പരിപാടിയൊന്നും ആ വക കാര്യങ്ങളൊന്നും വേണ്ട. താങ്കളുടെ ജാതകം വരെ പരിശോധിക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തെ നരേന്ദ്രമോദിയും ഈ ഭരണകൂടവും തുടങ്ങി കഴിയുമെന്നതാണ്. കാരണം ഈ രാജ്യത്തിന് ഇവിടെ ജീവിക്കുമ്പോ ഈ രാജ്യത്തോട് കൂടുപുലർത്താൻ ബാധ്യതപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ താല്പര്യത്തിലുകൊണ്ട് അനധികൃതമായ പ്രവർത്തനങ്ങളോട് മുന്നോട്ട് പോകുന്നുവെന്ന് ബോധ്യം വരുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ നിരീക്ഷിക്കാൻ ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ തയ്യാറാകുമ്പോ ഇല്ലാത്ത ഘടനകൾ കുറെ കൂട്ടിച്ചേർത്ത് പെരുപ്പിച്ച് ധൈര്യതയോട് കൂടിയിട്ട് സമൂഹത്തിന് മുന്നിൽ വന്നു നിൽക്കാൻ നാണമുണ്ടോ താങ്കൾക്ക് എന്നുള്ള ചോദ്യം ഇന്ത്യൻ ജനാധിപത്യം അങ്ങയോട് ചോദിക്കുകയാണ്. കെ.സി. വേണുഗോപാൽ, നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ഇത്രയും കാലം പ്രവർത്തിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നോ എന്ന ചോദ്യം അത് രാജ്യം ചർച്ച ചെയ്യുന്നു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, തോറിയം എന്ന് പറയുന്ന ആലപ്പുഴയിലെ കരിമണലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന തോറിയം അത് ലോകരാജ്യങ്ങളിൽ വലിയ ആണവ വിസ്ഫോടന ശക്തിക്ക് ഉപയോഗിക്കുന്ന തോറിയമാണ് എന്ന് ബോധ്യമുണ്ടായിട്ട് ആരാണ് തോറിയം കച്ചവടം നടത്തുന്നത് എന്ന് രാജ്യം ചർച്ച ചെയ്യാൻ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മേജർ മൈനിങ് നടത്തിയിട്ടുള്ള കേന്ദ്രമന്ത്രിമാർക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. എന്തിനാണ് ഈ പ്രൊഡക്റ്റ്? ഈ പ്രൊഡക്റ്റ് ആണവ വിസ്ഫോടനം ഉണ്ടാകുന്ന സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് ഈ ഭാരതത്തിൽ നിന്ന് ആരെങ്കിലും കടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ലോകവും രാജ്യവും
പാർട്ടിയുടെ ഇന്ത്യയിലെ ഒന്നുമില്ല, പക്ഷെ കേരളത്തിൽ ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമാണ്. വലിയ നേതാക്കന്മാരാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു, കോൺഗ്രസിന് ദുഃഖമുണ്ടാകുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയും, മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കോൺഗ്രസും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ ചക്രം തിരിക്കാൻ തീരുമാനിക്കുന്നത് എന്ന് എല്ലാ ജനങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട്. ഇതൊരു ചെറിയ ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ നോക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ശമ്പളം നൽകി വെച്ചിട്ടുള്ള മന്ത്രി രാജേഷിന്റെ ഒരു മുഴുവൻ പത്രസമ്മേളനം നമ്മുടെ നാട്ടിലുണ്ടായി. ഒരു പാവപ്പെട്ടവൻ ഓടയിൽ നിന്ന് അവന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് സമയത്ത് പ്രതികരിക്കാൻ സാധിക്കാത്ത തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണെങ്കിലും മാലിന്യ നിർമ്മാർജ്ജനം നടത്താൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള മന്ത്രിയാണെങ്കിലും ആ മന്ത്രിയും നഗരസഭയുടെ തലപ്പത്തിരിക്കുന്നവരും ചേർന്ന് ആ തിരുവനന്തപുരത്തെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയപ്പോ ആ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടുവെങ്കിൽ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് അവരെ രക്ഷിക്കാൻ ശ്രമിച്ച നമ്മുടെ ഏറ്റവും നല്ല, അതിനു വേണ്ടിയിട്ട് ജോലി ചെയ്ത നമ്മുടെ ഏറ്റവും നല്ല മനുഷ്യരെ നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കുമ്പോ അവരെ രക്ഷിക്കാൻ, അദ്ദേഹത്തെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചില്ല. പക്ഷേ ആ മന്ത്രി മുഴുവൻ പത്രസമ്മേളനം നടത്തി കേരളത്തിന് മുന്നിൽ എത്രയോ വട്ടം മുന്നോട്ട് പോയപ്പോ നായ കടിച്ചുകൊണ്ട് പിഞ്ചു കുട്ടികളുടെ മുഖവും കണ്ണും കാതും പറിച്ചെടുത്തപ്പോ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ തന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ കേരളത്തിലുള്ളപ്പോ എനിക്കും നിങ്ങൾക്കും നമ്മുടെ മനുഷ്യരെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നെറുകെട്ട ഭരണകൂടം കേരളത്തിൽ മുന്നോട്ട് പോകുമ്പോ ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധികാരങ്ങളെ വേണ്ട സമയത്ത് ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ വലതുപക്ഷക്കാരന് സാധിക്കാത്തത് കൊണ്ടും വലതുപക്ഷക്കാരന് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ അഴിമതിക്കെതിരെ പോരാട്ടം നടത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ നാട് രക്ഷപ്പെടാതെ പോകുന്നത്. അവിടെയാണ് ഹരിപ്പാട് നിയോജകമണ്ഡലത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള ദൗത്യം വന്നിരിക്കുന്നത്. നിങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ്, രാഷ്ട്രത്തിന് ഹിതകരമായിട്ടുള്ളതാണ്, ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ഇന്നത്തെ ഈ ഒരു സമ്മേളനം, ആ സമ്മേളനത്തിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടത് വരാൻ പോകുന്ന നാളുകളിൽ നല്ല പഞ്ചായത്ത് പ്രസിഡന്റുമാരും നല്ല മുനിസിപ്പൽ ചെയർമാൻമാരും ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ മാനേജറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വന്നെത്തും. അതുപോലെ തന്നെ എല്ലാ കണക്കുകളും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചത് നമ്മുടെ രാധാകൃഷ്ണനാണ്. അപ്പൊ രാധാകൃഷ്ണൻ വേദിയിൽ ഇരുന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, ധാരാളം പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് വന്നിരിക്കുകയാണ്, ഒന്നാം സ്ഥലത്ത് വന്നിരിക്കുകയാണ്. സന്തോഷമുണ്ട്. എന്നാൽ നിങ്ങൾ അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വലിയൊരു പോരാട്ടത്തിലൂടെ ഹരിപ്പാടിനെ ഉയർത്തി നിർത്തിയെങ്കിൽ ഈ ഹരിപ്പാടില് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടാകണം, മുനിസിപ്പൽ ചെയർമാൻ ഉണ്ടാകണം. അതിന് നിങ്ങൾ വിളിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ വരും. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള അഭിനന്ദന സഭ നടക്കാൻ പോകുന്നത്. അത് അർത്ഥവണ്ടിയാണ്. 20,000 40,000 പരാതികൾ ജനങ്ങൾ നമുക്ക് നൽകുകയാണ്. 10ഉം 15ഉം വരുന്ന എന്റെ സുഹൃത്തുക്കളുടെ ഫോൺ നമ്പറുകളിലേക്ക് നിലയ്ക്കാത്ത പരാതി പ്രവാഹമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാത്രി 11:30 മണിക്കും കഴിഞ്ഞ ദിവസം 1 മണിക്കാണ് ഒരമ്മ വിളിച്ചത്. ഞാൻ ആത്മഹത്യ ചെയ്യണോ, ഞാൻ ജീവിക്കണോ എന്നാണ് അമ്മ ചോദിച്ചത്. അമ്മയ്ക്ക് ആരുമില്ല. അമ്മയുടെ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. ഒരു വാഗ്ദാനം കൊടുത്തിട്ടല്ല, അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ആരും അറിയാതെ, ഇരു ശരിയും അറിയാതെ നിർവഹിക്കാൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചു. കാരണം BJP പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ആരും അറിയാതെ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് തത്സമയം നമ്മൾ അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുകയാണ്. നാളെ അമ്മമാർ അവര് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത പാവപ്പെട്ടവർ അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 40,000 പരാതികൾ തീർപ്പാക്കണമെങ്കിൽ ആര് വേണം? ഈ ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുണ്ടാകണം. ഈ ഹരിപ്പാട് നിയോജകമണ്ഡലത്തില് പഞ്ചായത്തിലെ പ്രസിഡന്റുമാരുണ്ടാകണം, മുനിസിപ്പൽ ചെയർമാൻമാരുണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അശ്രാന്ത പരിശ്രമം ആരുടെയും തലയും മുറുക്കിക്കൊണ്ട് ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നിങ്ങൾ അവരുടെ കാവലാളന്മാരായിട്ട് മാറുകയും നരേന്ദ്ര
പറഞ്ഞു, വിജയിക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൽ ഒരു മന്ത്രി കസേര തരൂ, പരാജയപ്പെടുകയാണെങ്കിൽ ആലപ്പുഴയിൽ തന്നെ ഏറ്റവും നല്ല ദിവസം ഒരു ഓഫീസ് തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് എംഎൽഎമാരെ സൃഷ്ടിക്കണമെന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രന്റെ ജോലി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ ആരാധനായിട്ട് അമിത്ഷാജി നോക്കിക്കണ്ടത് എന്നല്ലേ അതിനർത്ഥം. അപ്പൊ ഇവിടെ കൊണ്ട് നമ്മുടെ ജോലി തീരുന്നില്ല. നമ്മൾ വീണ്ടും നയതന്ത്ര